അപ്പം നമ്മുടെ ചങ്കുകളൊക്കെ ആ ഒരു പരീക്ഷയുടെ സീരിയസ്നെസ്സിലോട്ട് പോകുന്ന ആ ഒരു സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാർത്തയായിരിക്കും. വാർത്താ മാധ്യമങ്ങളൊക്കെ വളരെയധികം പേടിപ്പെടുത്തുന്ന രീതിയിലാണ് അതിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു കൊറോണ പോലെയുള്ള ഒരു കാലം വരുമോ, HMPV അത്തരത്തിൽ ഒരു പാൻഡമിക്കിലോട്ട് നീങ്ങാനുള്ള സാധ്യത ഉണ്ടോ എന്നെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അതിലോട്ട് വരുമ്പോൾ കൊറോണ കാലം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം നമ്മുടെ പഠനത്തെ ബാധിച്ച ഒരു സമയം, അതുപോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ അടച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടല്ലേ. നമ്മളെ എല്ലാവരെയൊക്കെ കാണുമ്പോൾ ആ ഒരു നമ്മുടെ എന്താണ് ലൈഫ് തന്നെ മറ്റൊരു രീതിയിൽ അങ്ങ് ചേഞ്ച് ആവും. നമുക്ക് ആളുകളുമായിട്ട് ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന പോലെ ഇതാണ്. അപ്പോൾ ഇനി അത്തരത്തിലുള്ള ഒരു കൊറോണ കാലം ഉണ്ടാകുമോ എന്ന് അതിനകത്ത് റിപ്പോർട്ടുകൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം. 2011-2016 564 HMPV ഇൻഫെക്ഷൻസ് വിത്ത് ഇൻസിഡൻസ് റേറ്റ്സ് ഓഫ് 5.74 കേസസ് പെർ 100%. 100 ആളുകളിൽ 5.74 ആളുകൾ എന്നുള്ള രീതിയിൽ അത്തരത്തിൽ ഇൻസിഡൻസ് പുതുതായി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 2011-16 കാലഘട്ടങ്ങളിൽ. അങ്ങനെ 564 കേസുകൾ. പിന്നീട് കേസസ് ഓഫ് HMPV ഹാസ് ബീൻ റിപ്പോർട്ടഡ് ഇൻ 2011 and 12 ഇൻ US, കാനഡ ആൻഡ് യൂറോപ്പ്. അപ്പം കാനഡയിൽ, US, യൂറോപ്പിലെല്ലാം 2011-12 കാലഘട്ടത്തിൽ HMPVയുടെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലോട്ട് പോകുമ്പോൾ ആർട്ടിക്കിളുകൾ പറയുന്നത് HMPV വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ഇൻ 2001. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ഇന്നലെയോ വന്ന ഒരു സംഭവമല്ല. Retrospective studies have shown that HMPV human metapneumovirus has been circulating in humans for at least 50 years. 50 വർഷത്തോളമായി. അതായത് അതിനൊക്കെ മുന്നേ 2001 ഡിസ്കവർ ചെയ്തതെങ്കിലും അതിനൊക്കെ മുന്നേ ആളുകൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്, ഇതൊരു ഫ്ലൂ പോലെ വന്നു പോകുന്ന ഒരു ഇൻഫെക്ഷനാണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല, അത് കുട്ടികളിലും അതുപോലെ പ്രായമേറിയവയിലും ഒക്കെയാണ് അത് ഡേഞ്ചറസ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മുൻ ഡാറ്റകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കൊറോണ പോലെ ആകുവാനുള്ള ഒരു സാധ്യത നമുക്ക് കാണുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത്. എനിവേ, നമ്മളെന്താണ് ചങ്കുകളെ പരീക്ഷയൊക്കെയല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കെന്താണ് ഒരു ജലദോഷം വന്നാൽ പോലും നമ്മുടെ ടൈമൊക്കെ അവിടെ എന്താവും, നമുക്ക് പഠനത്തൊക്കെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം കൊറോണ പോലെ ആകുവാനുള്ള ഒരു സാധ്യത ആർട്ടിക്കിളുകൾ നമുക്ക് നോക്കുമ്പോൾ കാണുന്നില്ല. എനിവേ, അങ്ങനെ ആകാതിരിക്കട്ടെ. എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. അപ്പം അതൊക്കെയാണ്. എന്തായാലും അടിപൊളിയായി പഠിക്കൂട്ടോ. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്, അതിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ അടിപൊളി ടോപ്പിക്കുകളായിട്ട് വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.